കേരളത്തിലെ സ്ത്രീജനങ്ങൾ കാത്തിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കുമോ? നിലവിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് തുടർന്നും തുക ലഭിക്കുമോ? പുതിയ സർക്കാർ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ്? ചിലരുടെ പെൻഷൻ മുടങ്ങാൻ കാരണം എന്താണ്? അർഹരായവർ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലുമെല്ലാം പലതരത്തിലുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും പ്രചരിക്കുന്ന സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ പദ്ധതി വെറുമൊരു സാമ്പത്തിക സഹായം മാത്രമല്ല, നിരവധി സ്ത്രീകളുടെ ജീവിത സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ക്ഷേമ പദ്ധതിയാണ്. ഇന്നത്തെ വീഡിയോയിൽ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ തുടക്കം മുതൽ നിലവിലെ സ്ഥിതി വരെ, പെൻഷൻ നിർത്തലാക്കൽ സംബന്ധിച്ച ചർച്ചകൾ, സർക്കാർ നടത്തിയ പുതിയ അറിയിപ്പുകൾ, അർഹതാ മാനദണ്ഡങ്ങളിലെ മാറ്റങ്ങൾ, പെൻഷൻ തുടർന്ന് ലഭിക്കാനുള്ള സാധ്യതകൾ, മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള നിർണായക നടപടികൾ, കൂടാതെ ഭാവിയിൽ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പരിശോധിക്കാം. അതിനാൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായ മറുപടി ലഭിക്കൂ. വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ആദ്യം തന്നെ ഒരു പ്രധാന കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പൂർണ്ണമായും നിർത്തലാക്കിയെന്ന തരത്തിലുള്ള ഔദ്യോഗിക സർക്കാർ പ്രഖ്യാപനം നിലവിൽ വന്നിട്ടില്ല. എന്നാൽ അർഹതാ മാനദണ്ഡങ്ങളുടെ കർശന പരിശോധന, റേഷൻ കാർഡ് ഭാഗങ്ങളുടെ പുനർപരിശോധന, മറ്റ് പെൻഷനുകൾ കൈപ്പറ്റുന്നവരുടെ വിവരശേഖരണം എന്നിവയുടെ ഭാഗമായി ചില ഗുണഭോക്താക്കളുടെ അപേക്ഷകൾ താൽക്കാലികമായി തടയപ്പെടുകയോ അർഹത നഷ്ടപ്പെടുകയോ ചെയ്യാം. ആയതിനാൽ പെൻഷൻ നിർത്തിയെന്ന വാർത്തയും എല്ലാവർക്കും തുടരുമെന്ന വാർത്തയും ഒരുപോലെ ശരിയല്ല. ഓരോ ഗുണഭോക്താവിന്റെയും അർഹതയാണ് നിർണായക ഘടകം. മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിലില്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ് വനിതകൾക്കും പ്രതിമാസം ധനസഹായം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നത്. 35 മുതൽ 60 വയസ്സ് വരെയുള്ളവരാണ് പ്രധാന ഗുണഭോക്തൃ വിഭാഗം. നിലവിൽ മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങാത്തവർക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചിരുന്നത്. സംസ്ഥാന സർക്കാർ ഈ പദ്ധതി ആരംഭിച്ചത് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനും കുടുംബ വരുമാനം കുറഞ്ഞ സ്ത്രീകൾക്ക് സ്ഥിരമായ ഒരു സഹായം നൽകാനുമായിരുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരുമോ എന്ന ചോദ്യമാണിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത്. ഇതിനുള്ള മറുപടി അർഹത നിലനിൽക്കുന്നിടത്തോളം പദ്ധതി തുടരുമെന്നതാണ്. എന്നാൽ അപേക്ഷ നൽകിയ സമയത്തെ വിവരങ്ങളും ഇപ്പോഴത്തെ സാഹചര്യങ്ങളും തമ്മിൽ വ്യത്യസ്തമുണ്ടെങ്കിൽ പരിശോധനയിൽ അത് കണ്ടെത്തപ്പെടും. ഉദാഹരണത്തിന് റേഷൻ കാർഡ് ഭാഗം മാറിയിട്ടുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും സർക്കാർ പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, സർക്കാർ ജോലിയോ സ്ഥിര വരുമാനമോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അർഹത പുനർപരിശോധിക്കപ്പെടാം. അത്തരത്തിൽ ചിലരുടെ പേര് ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടാനും സാധ്യതയുണ്ട്. സമീപകാല സർക്കാർ അറിയിപ്പുകളിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ അർഹത വീണ്ടും പരിശോധിക്കുന്ന നടപടികൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മുൻഗണനേതര റേഷൻ കാർഡുകളുമായി ബന്ധപ്പെട്ട പരിശോധനകളും ചില സ്ഥലങ്ങളിൽ നടന്നുവരുന്നു. സർക്കാരിന്റെ ലക്ഷ്യം യഥാർത്ഥ അർഹരായവർക്കാണ് സഹായം ലഭിക്കേണ്ടതെന്നതാണ്. അതിനാൽ അപേക്ഷകരും നിലവിലെ ഗുണഭോക്താക്കളും തങ്ങളുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ആവശ്യമായ പരിശോധനകളിൽ സഹകരിക്കുകയും വേണം. ഇനി പലർക്കും ആശങ്കയുള്ള മറ്റൊരു വിഷയം കുടിശ്ശിക തുകയും വിതരണം വൈകുന്നതുമാണ്. ധനപരമായ കാരണങ്ങൾ, ഭരണപരമായ നടപടിക്രമങ്ങൾ, ഗുണഭോക്തൃ വിവരങ്ങളുടെ പരിശോധന എന്നിവ മൂലം ചില ഘട്ടങ്ങളിൽ വിതരണം വൈകാൻ സാധ്യതയുണ്ട്. എന്നാൽ വിതരണം വൈകുന്നത് പദ്ധതി അവസാനിപ്പിച്ചതിന്റെ തെളിവല്ല. സംസ്ഥാനത്തെ വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഗഡുക്കൾ പിന്നീട് ഒരുമിച്ച് വിതരണം ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിനാൽ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അപേക്ഷ നിലയും കൃത്യമായി പരിശോധിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് പ്രധാനമാണ്. ഇനി സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടർന്നും ലഭിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അപേക്ഷയിൽ നൽകിയ വിവരങ്ങൾ ശരിയായിരിക്കണം. ആധാർ, ബാങ്ക് അക്കൗണ്ട്, റേഷൻ കാർഡ്, പ്രായം തെളിയിക്കുന്ന രേഖകൾ എന്നിവ പുതുക്കിയ നിലയിൽ സൂക്ഷിക്കണം. സർക്കാർ നിർദ്ദേശിക്കുന്ന മസ്റ്ററിംഗ് പരിശോധന, രേഖാ സമർപ്പണം തുടങ്ങിയ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. പലപ്പോഴും സാങ്കേതിക കാരണങ്ങളാൽ അല്ലെങ്കിൽ ബാങ്ക് വിവരങ്ങളിലെ പിശകുള്ളതിനാലും തുക ലഭിക്കാതിരിക്കാം. അത്തരം പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി പെൻഷൻ നഷ്ടപ്പെടാൻ ഇടയാകുന്ന പ്രധാന കാരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. മറ്റു സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഒരേ സമയം കൈപ്പറ്റുന്നതും, തെറ്റായ വിവരങ്ങൾ നൽകുന്നതും, അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും, റേഷൻ കാർഡ് ഭാഗത്തിൽ മാറ്റം വരുന്നതും, സ്ഥിര ജോലി ലഭിക്കുന്നത് തുടങ്ങിയ അർഹതയെ ബാധിക്കും. സർക്കാർ പരിശോധനകളിൽ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയാൽ ആനുകൂല്യം നിർത്തിവയ്ക്കുകയോ റദ്ദാക്കുകയോ ചെയ്യാം. ഭാവിയിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്.
ഇതുമായി സംബന്ധിച്ച ഔദ്യോഗികമായി അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ഭാവിയിലെ ബജറ്റുകളിലും ക്ഷേമ പദ്ധതികളിലും ഈ മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ പ്രഖ്യാപനങ്ങൾ വരാനുള്ള സാധ്യത നിരാകരിക്കാനാകില്ല. നിലവിൽ ഔദ്യോഗികമായി ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പദ്ധതി അവസാനിപ്പിച്ചുവെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതിനാൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ പൂർണ്ണമായും അവസാനിപ്പിച്ചുവെന്ന് കരുതി ആശങ്കപ്പെടേണ്ടതില്ല. അതേസമയം അർഹതാ മാനദണ്ഡങ്ങൾ കർശനമാക്കി പാലിക്കപ്പെടുന്നതിനാൽ എല്ലാ അപേക്ഷകളും സ്വയം അംഗീകരിക്കപ്പെടുമെന്നും കരുതരുത്. സർക്കാർ പുറപ്പെടുവിക്കുന്ന ഔദ്യോഗിക ഉത്തരവുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അറിയിപ്പുകൾ, ക്ഷേമ പെൻഷൻ പോർട്ടലിലെ വിവരങ്ങൾ എന്നിവ മാത്രമേ വിശ്വസനീയമായ വിവര സ്രോതസ്സുകളുമായി പരിഗണിക്കാവൂ. അർഹതയുള്ള സ്ത്രീകൾ രേഖ കൃത്യമായി സൂക്ഷിക്കുകയും പരിശോധനകളിൽ പങ്കെടുക്കുകയും ചെയ്താൽ പദ്ധതി തുടർന്നും ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൂടാതെ കേരള ബജറ്റ് 2026-27 വനിതാ ശാക്തീകരണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ, തൊഴിലവസരങ്ങൾ, സംരംഭകത്വം, സാമൂഹിക പങ്കാളിത്തം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനുള്ള നിരവധി പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുടുംബങ്ങളുടെ സാമ്പത്തിക നട്ടെല്ലായി മാറുന്ന സ്ത്രീകളെ കൂടുതൽ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ പദ്ധതികൾ സർക്കാർ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾക്ക് ബജറ്റിൽ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് സഹായം എത്തിക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾ തുടരുമെന്നും അർഹരായ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭ്യമാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ത്രീകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തരം പദ്ധതികളുടെ പ്രധാന ലക്ഷ്യം. സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി പഞ്ചായത്ത് തലത്തിൽ നൈപുണ്യ വികസന പദ്ധതികൾ ശക്തിപ്പെടുത്താനും ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. പുതിയ തൊഴിൽ മേഖലകളിലേക്ക് സ്ത്രീകളെ ആകർഷിക്കുന്നതിനും സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ആവശ്യമായ പരിശീലനവും പിന്തുണയും ലഭ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, സേവന മേഖല, ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ വനിതാ ശാക്തീകരണത്തിന്റെ വിജയ മാതൃകയായ കുടുംബശ്രീക്ക് ബജറ്റിൽ വീണ്ടും വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. കുടുംബശ്രീ യൂണിറ്റുകൾ വഴി പ്രവർത്തിക്കുന്ന വനിതാ സംരംഭങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും വിപണി സൗകര്യങ്ങൾ വികസിപ്പിക്കാനുമുള്ള നടപടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് വരുമാന മാർഗങ്ങൾ സൃഷ്ടിക്കുന്നതിനും പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി കണ്ടെത്തുന്നതിനും ഇത് സഹായകരമാകും. ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷയും സൗകര്യവും മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ തുടങ്ങി സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതകളുടെ ക്ഷേമത്തിനും ബജറ്റിൽ പ്രാധാന്യം നൽകിയിരുന്നു. അവരുടെ സേവനത്തെ അംഗീകരിക്കുന്ന രീതിയിൽ വിവിധ ആനുകൂല്യങ്ങളും സാമ്പത്തിക സഹായങ്ങളും വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ ആയിരക്കണക്കിന് വനിതാ ജീവനക്കാർക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ കേരള ബജറ്റ് 2026-27 സ്ത്രീകളെ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളാക്കി മാത്രം കാണാതെ സാമ്പത്തിക വളർച്ചയുടെ പങ്കാളിയായും സംരംഭകരായും തൊഴിൽ സൃഷ്ടിക്കുന്നവരായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ടു പോകുന്നത്. സാമ്പത്തിക സഹായം, തൊഴിൽ നൈപുണ്യ വികസനം, സുരക്ഷാ സംരംഭകത്വം തുടങ്ങിയ വിവിധ മേഖലകളിൽ സ്ത്രീകളെ ശക്തിപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിന്റെ പ്രധാന പ്രത്യേകതയായി മാറിയിരിക്കുകയാണ്. തുടർന്നും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഉടനടി തന്നെ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വിവരം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാം. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.